ഒരുമാതിരി തട്ടി താഴെ വേണ്ട. ഇതാരായി വഴിയിൽ കൊണ്ടുവന്ന് കസേര ഇട്ടത്? വഴിയിലോ? ഇത് ഓഫീസാണിത്. എന്നത് ആദ്യം പറയണ്ടേ? അമ്മാവ, ഞാൻ വരുമ്പോ പറഞ്ഞില്ലേ ഓഫീസിലേക്കാണെന്ന്. ചെവി കേൾക്കാത്തതിന് ഞാനാ കുറ്റക്കാരൻ. നോക്കി നടക്ക്. ഒരു ലൈസൻസ് തരുവാ? പിന്നെന്താ തരാലോ. ഏതായി അമ്മാവൻ? അതെ, ഈ പ്രായത്തില് ലൈസൻസ് എടുക്കാൻ വന്നതാ. വേദനിക്കുന്ന കോടീശ്വരൻ. കോടീശ്വരൻ. ഓഹോ, റോട്ടിൽ കൂടെ പോകുന്ന വല്ലതും കാണുമോ? ഈ സാരി ഉണ്ടല്ലോ, അതിമനോഹരമായിട്ടുണ്ട്. ഈ ശരീരത്തിന് ചേർന്ന് തന്നെ. പിന്നെ കാതിലിട്ടിരിക്കുന്ന 2 വലിയ കിടുങ്ങാമണി, അതും നല്ലതല്ല. ആരും കണ്ണു കാണില്ല എന്ന് പറയില്ലല്ലോ. കാണേണ്ടതൊക്കെ കാണേണ്ട സമയത്ത് കൃത്യമായിട്ട് കാണും. പക്ഷെ റോഡ് പെണ്ണല്ലോ. കയ്യിലും കാലിനൊക്കെ നല്ല ബല. ലൈസൻസ് കൊടുക്കാല്ലേ? എങ്ങനെയാണെങ്കിൽ തനിക്ക് എന്നെ എത്തിപ്പിടിച്ചൂടെ? അത് പറ്റില്ല. ഒരു കമ്പി പോലും ഒഴിവാക്കേണ്ട, എല്ലാ കമ്പിയും തട്ടി താഴും. അപ്പൊ കണ്ണടച്ചേക്കാം. സാറെ കണ്ണടക്കി സാറേ. കണ്ണടക്കണതിനനുസരിച്ച് കയ്യിൽ ഇങ്ങനെ വെയിറ്റ് കൂടി കൂടി വരും. കോടീശ്വരൻ. അമ്മാവോ, ലേണിംഗും ടെസ്റ്റൊക്കെ കഴിഞ്ഞു. ലൈസൻസ് വീട്ടിലെത്തും. ഒക്കെ റെഡി ആയി. വാ വാ വാ, എന്നിട്ട് നടക്ക്. ഭയങ്കര സന്തോഷാണല്ലോ സാറിന്. നല്ല നല്ല ടീംസ് വരുമ്പോൾ നമുക്ക് സന്തോഷം കൂടും. എനിക്ക് തോന്നണല്ലോ അത് ഇന്ന് നടക്കുന്നു. അതാ സ്റ്റെപ്പ് ഇറങ്ങുമ്പോ തന്നെ വടിയാവും. പറയുന്നു, ലൈസൻസ് കൊടുത്തിട്ട് പയ്യ ആയിക്കോട്ടെ. ചെരുപ്പ് പുറത്ത് അഴിച്ചു വെക്കില്ല. മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. ഉറപ്പായിട്ട് ഉപയോഗിക്കണം. ഹലോ. നീ എന്താ ഫോൺ എടുക്കാൻ താമസിച്ചത്? ചുമ്മാ വിളിച്ചതാടാ. ഞാനിവിടെ ഒരു കൂറ ഓഫീസിൽ നിൽക്കുകയാണ്. ഇവിടെ പുറത്ത് അവർ എഴുതി വെച്ചിട്ടുണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന്. അപ്പൊ എനിക്ക് നിന്നെ വിളിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ ചുമ്മാ വിളിച്ചതാ. ഓക്കെടാ, ബൈ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. RTO മന്മഥനുണ്ടോ? സാർ പുറത്തു പോയിരിക്കുകയാണ്. പുറത്തെന്ന് പറഞ്ഞാൽ ആനപ്പുറത്താണോ കുതിരപ്പുറത്താണോ? ഇപ്പൊ പറയാൻ പറ്റില്ല. അതെന്താ പറ്റാത്തത്? ഡ്യൂട്ടിയിലായിരിക്കും. ശരി, ജോയിൻ RTO. സാർ ഇപ്പൊ വരും. എപ്പോ വരും എന്ന് പറയാൻ പറ്റില്ല. അതെന്താ പറ്റാത്തത്? അല്ല, ഇവിടെ ഇത്രയും ആളുകൾ ഇരിപ്പുണ്ടല്ലോ. സാർ എന്തിനാണ് ഇല്ലാത്ത ആളുകൾ അന്വേഷിക്കുന്നത്? അത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ആരാണ്? എന്റെ പേര് സത്യശീലൻ. പ്രത്യേകിച്ച് അങ്ങനെ പണിയൊന്നുമില്ല. എന്റെ വീട് കൊടുമ്പാണ്. കൊടുമ്പ്. ഞാനൊരു കാറ് വാങ്ങിച്ചിരുന്നു. അതിന്റെ RC എന്റെ പേരിലേക്ക് ആക്കിയിട്ടില്ല. ഓഹോ, അത് ശരി. വൺ മിനിസ്റ്റർ മൊയ്തുവിന്റെ മകൻ മുഹമ്മദിന്റെ പേരിലുള്ള ആശയാണോ? ഇത് മറ്റേ കക്ഷിയാ. ഒന്ന് നമസ്കരിച്ചേക്കാം. വലിയ പുള്ളിയാ. നമസ്കാരം. അല്ല, താനെന്താ ചെരുപ്പിട്ടിട്ട് കയറിയേക്കണേ? അവിടെ ബോർഡ് വെച്ചത് കണ്ടില്ലേ? ബോർഡ് വെച്ചത് കണ്ടു, അതുകൊണ്ടാണ് ചെരുപ്പിട്ടകത്ത് കയറിയത്. RC ചേഞ്ച് ചെയ്യണമെന്നുള്ളത് താങ്കൾക്ക് അറിയില്ലേ? അത് നിയമമാണ്. അത് നിയമമാണെന്ന് അറിയാം സാർ, അതുകൊണ്ടാണ് ഞാൻ ചേഞ്ച് ചെയ്യാത്തത്. നിയമം അനുസരിക്കാനുള്ളതല്ലേ? ഒരു നിയമവും എനിക്ക് അനുസരിക്കാനുള്ളതല്ല. ഞാനൊരു പ്രത്യേക ടൈപ്പാ. ഒന്നും എനിക്ക് ബാധകമല്ല. എന്നോട് പറയുന്ന ഒന്നും ഞാൻ അനുസരിക്കില്ല. ചെയ്യരുതെന്ന് പറയുന്നതേ ചെയ്യൂ. പോകരുതെന്ന് പറഞ്ഞാൽ പോകും. നോക്കരുതെന്ന് പറഞ്ഞാൽ നോക്കും. ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കും. ഓഹോ, അതെന്താ? അത് ഇതിന് വിഷയമല്ല. നിങ്ങൾ ആ മൊയ്തുവിന്റെ വണ്ടി എടുത്ത് എന്തൊക്കെ അഭ്യാസങ്ങളാണ് കാണിക്കുന്നത്? എന്തഭ്യാസം? നിങ്ങൾ സീറ്റ് ബെൽറ്റ് ധരിക്കുകയില്ല. ഓവർ സ്പീഡാണ്. സിഗ്നലിൽ നിർത്താൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരുപാട് പരാതികളുണ്ട്. ഉണ്ട്. പക്ഷെ എല്ലാം ഞാൻ എൻജോയ് ചെയ്യുന്നു. ഡ്രൈവിംഗ് ഞാൻ എൻജോയ് ചെയ്യുന്നു. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പാടില്ലകളാണ്. പക്ഷേ എനിക്ക് പാടുവോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും അനുസരിക്കില്ലായിരുന്നു. അപ്പൊ റൂൾസ് വയലേറ്റ് ചെയ്യലാണ് തന്റെ പ്രധാന ഹോബി അല്ലേ? ഓക്കെ, ഇപ്പൊ വന്നതിന്റെ കാര്യം എന്താണ്? RC എന്റെ പേരിലേക്ക് മാറ്റാൻ എനിക്ക് സൗകര്യമില്ല എന്ന് നിങ്ങളോട് പറയാം. പിന്നെ ഞാൻ റോട്ടിലുണ്ടാവും. നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചോ. ഞാൻ സാറിനോട് പറയാം. സാറിന് ഇത്തരം പ്ലേകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വെരി ഗുഡ്. സാർ ഒരു ഗെയിം അഡിക്റ്ററാ. അപ്പൊ ഓക്കെ, ബൈ. ഈ പുകല ഞാൻ എടുത്തോട്ടെ? എടുക്കരുതെന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കും. ഞാൻ ആദ്യമായിട്ട് കാണുക ഇങ്ങനൊരു ജീവിയെ.